TCRCയുടെ ട്രസ്റ്റ് അംഗം ശ്രീ ലത്തീഫ് ഫോളവണ്ണ. TCRCയുടെ മദ്യം വിഷമാണ്, അത് കഴിക്കാൻ പാടില്ല എന്ന ശ്രീ ഗുരുദേവന്റെ സുഹൃത്തവും മാറ്റൊലി കൊള്ളുന്ന ഒരു നാടാണ് നമ്മുടേത്. കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വഴിമാറി സഞ്ചരിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അതിൻ്റെ പ്രചരണാർത്ഥം 2025 ഇന്നിപ്പോൾ ഓരോ ദിവസവും ഓരോ പരിപാടിയായിട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ജൂൺ 26 ഇന്റർനാഷണൽ ഡേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊപ്പം പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എല്ലാ സർക്കാർ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ട്, സർക്കാർ ഇതര സ്ഥാപനങ്ങളെയാകെ യോജിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും എല്ലാം സംഘടനകളും TCRC എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്നദ്ധ സേവന പ്രസ്ഥാനം എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിളംബര ഏറ്റവും സജീവമായ പിന്തുണയാണ് TCRCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മളെല്ലാവരും ചേരുമ്പോൾ 20 ലക്ഷത്തോളം പേർ കോഴിക്കോട് ജില്ലയിൽ പ്രതിനിധിയാണ്. വിവിധ സ്ഥലങ്ങളിൽ പ്രതിനിധിക്കുന്നത് ലഹരിക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിൻ. നമ്മുടെ മക്കളെ കൊല്ലപ്പെടുക എന്ന് പേടിക്കുന്ന രക്ഷകർത്താക്കളുടെ നാടായി പല തലമുറകൾ മാറുകയാണ്. ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്താണ്. സാധാരണ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു കേസ് പിടിച്ചാൽ ആ കേസിന്റെ 8 നിലയിൽ വരെ പോയി ആളുകൾ പിടിക്കുന്ന അവസ്ഥ. അതൊരു കേസ് യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ചെയ്യുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കുട്ടികൾക്ക് പ്ലാറ്റ്ഫോം പ്രത്യേകം ഇതിലൂടെ സ്കൂളിനെ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. Transforming children to responsible citizens. സാമൂഹ്യ പ്രവർത്തകർ, അധ്യാപകർ, കൗൺസിലർമാർ, മനഃശാസ്ത്രജ്ഞർ തുടങ്ങി ഇവരുടെ കൂട്ടായ്മയാണ് TCRC. ട്രാൻസ്ഫോമിംഗ് ചിൽഡ്രൻ വളർച്ചയിൽ ഒരു സുപ്രധാനഘട്ടമായ കൗമാരത്തിൽ അവർക്ക് ശരിയായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകിയാൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് TCRC വിശ്വസിക്കുന്നു. അധ്യാപകർക്കും പൊതുജനങ്ങൾക്കും ഞങ്ങളുടെ പരിശീലന പരിപാടികൾ സംശയിക്കുമ്പോൾ കുട്ടികൾക്കുള്ള അധ്യാപകർക്കുള്ള പരിശീലനം 5 TCRCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കുട്ടികൾക്ക് മെന്ററിംഗ് നൽകുക എന്നതാണ്. മെന്ററിംഗ് എന്നാൽ അവരുടെ തെറ്റുകൾക്കും വിശദീകരണവും മനസ്സിലാക്കി അത് തിരുത്തുവാൻ വേണ്ട മാർഗനിർദ്ദേശം നൽകുക, പോസിറ്റീവായിട്ടുള്ള സ്കോപ്പുകൾ കൊടുത്തുകൊണ്ട് സപ്പോർട്ടും ഗൈഡൻസും കൊടുത്തുകൊണ്ട് ഇതിനുവേണ്ടി മുന്നോടിയായിട്ടുള്ള പ്രചരണാർത്ഥമുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുവാൻ ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. TCRCയുടെ ലഹരിയുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടിക്ക് കസബ പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവിധ
ഭാവുകങ്ങളും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. വളരെ വേദനയോടുകൂടിയുള്ള ഒരു അനുഭവമായിട്ട് ആണ് ഞാൻ കസ്ബ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു അമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. 17 വയസ്സുള്ള 3 കുട്ടികളെ SI സാർ കൈ കാണിച്ചു രാവിലെ നിർത്തി. അവരുടെ കയ്യിൽ നിന്നും ചെറിയ രീതിയിലുള്ള നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലുള്ള ലഹരി ഇന്ന് കിട്ടി. അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ലൈസൻസ് ഇല്ല. 18 വയസ്സായതുകൊണ്ട് രക്ഷിതാവിൻ്റെ പേരിൽ ഇന്നൊരു കേസെടുത്തിട്ടുണ്ട്. ഒരു 1-2 വർഷം മുന്നേ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം പല രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിപാടി, ഇത്തരത്തിലുള്ള എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി എല്ലാ സ്ഥലത്തും നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. PCRCയുടെ ബഹുമാനപ്പെട്ട അംഗങ്ങളെ, മെമ്പർമാരെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, പൊതുജനങ്ങളെ, നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഈ ആസക്തി വളരെയധികം കൂടി വരികയാണ്. കൊലപാതകം വരെ അച്ഛനമ്മമാരെ കൊല ചെയ്യപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ സംസാരിച്ച ഈ വരുന്ന ജൂൺ 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ള ജനകീയ പ്രതിരോധം 2 മില്യൺ പ്ലച്ച്, അതിൻ്റെ പ്രചരണാർത്ഥമാണ് ഈ പരിപാടി നടക്കുന്നത്. PCRC ചെയർമാൻ അശോകൻ സാറാണ്. അദ്ദേഹത്തിന് PCRCയിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആസക്തിയും ലഹരിയാസക്തിയും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ സമൂഹത്തെയും നാടിനെയും പോലും നശിപ്പിക്കുന്ന സംഭവമായി പോകുമെന്നുള്ള ഒരു സൂചന അദ്ദേഹം നമുക്ക് നൽകുകയുണ്ടായി. 2 മില്യൺ ഫണ്ട്സ് പരിപാടിയുടെ അവധിക ശ്രീജിത്ത്, ദേവാനന്ദ പിക്ക്, ആവണി കൃഷ്ണ, തന്മയാട്ടി, ശിവാനി സുജീഷ്, മിത്ര അഭിലാഷ്, ശ്രേയ പ്രജീഷ്.
പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ तव शुभ आशीष माहे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता